ഗംഭീർ കോച്ചായപ്പോൾ സഞ്ജുവിൻ്റെ നല്ല കാലം തെളിഞ്ഞിരിക്കുകയാണ്. മുൻപത്തെ കോച്ചായ ദ്രാവിഡ് ഋഷഭ് പന്തിനെ എല്ലാ ഫോർമാറ്റിലും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഋഷഭ് പന്ത് ഫോം ആയില്ലെങ്കിലും താരത്തിന് തന്നെ അവസരം കൊടുക്കും. ഇനി സ്കോഡിൽ മറ്റു കീപ്പർമാർ ഉണ്ടായാലും അവർക്ക് യാതൊരു വിലയും ദ്രാവിഡ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു മിക്ക മത്സരത്തിലും സൈഡ് ബെഞ്ചിലാണ് ഇരിക്കാറ്. എന്നാൽ ഇപ്പോൾ ഗൗതം ഗംഭീർ വലിയ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് സഞ്ജുവിന് വലിയ സന്തോഷ വാർത്തയാണ് തരുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതം ഗംഭീർ വിക്കറ്റ് കീപ്പർമാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ ഒരു പട്ടികയിൽ ഋഷഭ് പന്തിന് സ്ഥാനമില്ല. ഋഷഭ് പന്ത് ടെസ്റ്റിൽ നല്ല കളി കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ ഏകദിനത്തിലും ടി20യിലും ഋഷഭ് പന്ത് ഫ്ലോപ്പാണ്. ഗംഭീറിന്റെ കീപ്പർമാരുടെ ലിസ്റ്റിൽ ഋഷഭ് പന്ത് ഇടം പിടിച്ചിട്ടില്ല. KL രാഹുൽ, സഞ്ജു സാംസൺ, ധ്രുവ് ജുറൽ ഈ 3 താരങ്ങളെയാണ് ഗംഭീർ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സഞ്ജുവിന് വലിയ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിന് ഇനി 3 ഫോർമാറ്റിലും കളിക്കാൻ അവസരം കിട്ടും. അതുമാത്രമല്ല ടി20 ഏകദിനം ഈ 2 ഫോർമാറ്റിലും സ്ഥിരമായിട്ട് സഞ്ജുവിന് സ്ഥാനം കിട്ടും. ഋഷഭ് പന്ത് ഫോമൗട്ടാണെന്ന് നമുക്കറിയാം. എങ്കിലും താരത്തിന് അവസരം കൊടുക്കുന്നുണ്ട്. എന്നാൽ ദ്രാവിഡിനെ പോലെയല്ല ഗൗതം ഗംഭീർ. ഗംഭീർ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ കൊണ്ടുവരുന്നത്. ഗംഭീർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചത് സഞ്ജുവിനാണ്. ടി20യിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ മെയിൻ കീപ്പർ. ഋഷഭ് പന്തിനെ ഒരിക്കലും എടുക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഋഷഭ് പന്ത് ഏകദിനത്തിൽ ഫ്ലോപ്പായാൽ അവിടെയും സഞ്ജുവിന് സാധ്യത കിട്ടും. ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമായിട്ട് ഋഷഭ് പന്ത് ഒതുങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ നല്ല കാലമാണ്. ഗംഭീറിന് യാതൊരു പേടിയുമില്ല. ദ്രാവിഡാണെങ്കിൽ BCCI പറയുന്നത് പോലെ മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാൽ ഗംഭീർ ആകട്ടെ കോച്ചിൻ്റെ സ്ഥാനം ശരിക്ക് ഉപയോഗിക്കുന്നുണ്ട്. സഞ്ജു ഇനി അങ്ങോട്ട് ടി20യിലും ഏകദിനത്തിലും കളിക്കും. ഗംഭീറിന്റെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് സഞ്ജുവും രാഹുലുമാണെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.